എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ G-Shockൻ്റെ GM 2100ൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം ഒരു 6 മന്തായിട്ട് ഞാൻ വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇതിൻ്റെ റിവ്യൂയിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ പൊതുവേ G-Shock വാച്ച് മേടിക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ പൊതുവെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ G-Shockൻ്റെ വാച്ച് വളരെ ചെറുപ്പം മുതൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കോപ്പി ഒരുപാട് പീസസ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എടുക്കാൻ മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ എനിക്കൊരു ഫോമലും എൻ്റെ കാഷ്വൽ ഒക്കേഷനും കൂടെ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു G-Shock വാച്ച് നോക്കിയത്. അങ്ങനെയാണ് ഞാൻ അവസാനം ഈ GM 2100ലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ ബോഡി വരുന്നത് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. അതും പോളിഷ്ഡ് ഫിനിഷാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ലൈറ്റിലോ അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്തോ നമ്മുടെ വാച്ച് വെക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്ലെയർ അടിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് ഷൈനിങ് ഉള്ളൊരു ടൈപ്പ് വാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു കാഷ്വലായിട്ടും അല്ലെങ്കിൽ ഫോമലായിട്ടും നമുക്ക് രണ്ട് ഒക്കേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാച്ചാണ് നമുക്ക് ഈ G-Shockൻ്റെ GM എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പം മുതൽ G-Shockൻ്റെ വലിയൊരു ഫാനാണ്. പക്ഷേ G-Shock എടുക്കണമെന്ന് വിചാരിക്കുന്ന പല സമയത്തും G-Shockൻ്റെ പൊതുവെയുള്ള വാച്ചുകളുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന റെസിൻസ് ആയിരിക്കും. അതായത് ഈ മെറ്റൽ കേസും സ്ട്രാപ്പും എല്ലാം വരുന്നത് പൊതുവെ റെസിൻസാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഒരിക്കലും നമുക്കത് ഫോമലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫോമൽ എന്താ പറയുക വേറെ കൂടുതലും ഞാൻ എപ്പോഴും ഫോമൽ വെയറിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വാച്ച് എപ്പോഴും എനിക്ക് ഫോമൽ ലുക്കുള്ള ഒരു വാച്ചായിരിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എനിക്ക് കാഷ്വൽ എന്താ പറയുക കാഷ്വലായിട്ടുള്ളൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് എനിക്കത് കാഷ്വലായിട്ട് ഇടാൻ പറ്റണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഞാൻ GM 2100 കാണുന്നത്. അപ്പോൾ ഈ ഒരു വാച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ 6 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ച് GMൻ്റെ ഈ ഒരു കാസിയോൻ്റെ, അതായത് ഈ ഒരു വാച്ചിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫോമൽ ഒക്കേഷനിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ കാഷ്വലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു വാച്ചാണ്. പക്ഷേ എന്നാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് താനും സെയിം ടൈം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഒരു ഒക്ടഗണൽ ഷേപ്പാണ്. നോർമൽ നമ്മുടെ G-Shock സ്ക്വയറിലാണ് വരുന്നത്. അപ്പോൾ ആ കേസസിൽ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒക്ടഗണൽ ഷേപ്പിൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. അതും പോളിഷ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷൈനിങ് ഉണ്ട്. പിന്നെ അതുപോലെ നോർമൽ നമ്മുടെ G-Shock കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കര എലഗൻ്റ് ആണ് കാണാൻ. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റലും പിന്നെ അതുപോലെ അനലോഗും ഇതിനകത്ത് വരുന്നുണ്ട്. അത് രണ്ടും വരുന്നുണ്ട്. നമുക്ക് ഡിജിറ്റലായിട്ടും ടൈം നോക്കാൻ പറ്റും, അനലോഗായിട്ടും നമുക്ക് ടൈം നോക്കാൻ പറ്റും. അതുപോലെ സ്ട്രാപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രാപ്പിൽ ചെറിയൊരു എന്താ പറയുക സ്ക്വയർ ഡോട്ട് ഒരു ടെക്സ്ചർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ വാച്ചിൽ നിന്ന് നമുക്ക് എന്താ പറയുക G-Shockൻ്റെ ഈ വാച്ച് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു ടൈപ്പ് ഡിസൈൻ ഈ വാച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഡേ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ച് നമുക്ക് ഏത് ഡേ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ ഡേറ്റ് വൈസ് നോക്കാനാണെങ്കിലും ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സൈഡിൽ ഇപ്പോൾ ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഡേറ്റ് കാണാൻ പറ്റും. കണ്ടല്ലേ, 4/12 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഏകദേശം വേൾഡിൽ തന്നെ ഒരു 48 കൺട്രീസിൻ്റെ ടൈം സോൺസ് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ടോട്ടൽ ഒരു 5 അലാറം നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്ത് 4 സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ മോഡാണ്, 2 അഡ്ജസ്റ്റ്, അതുപോലെ ലൈറ്റ്, പിന്നെ അതുപോലെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർട്ട് ബട്ടണിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞെക്കാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനിൽ ഞെക്കുന്ന സമയത്ത് നമുക്ക് ഡേറ്റ് വിൻഡോ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ലൈറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലൈറ്റ് നിങ്ങൾ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വെളിച്ചമുള്ള സ്ഥലത്തായതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണില്ല. ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 1.5 to 3 സെക്കൻഡ്സ് വരെ നിങ്ങൾക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫ്യൂച്ചേഴ്സിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നോർമൽ ടിപ്പിക്കൽ G-Shockൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്കാണ്. അതിൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ സ്ട്രാപ്പിൻ്റെ കേസസിൽ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വിക്ക് റിലീസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ റിലീസ് ചെയ്ത് വേറൊരു സ്ട്രാപ്പ് നമുക്കിതിനകത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും എളുപ്പമാണ്. പിന്നെ എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വാച്ച് 6 മന്തിൽ യൂസ് ചെയ്തതിൽ പലപ്പോഴും ഞാൻ സ്വെറ്റ് ആവാറുണ്ട്. പക്ഷേ ആ സ്വെറ്റായ കേസസിലൊന്നും ഒരിക്കലും ഈ വാച്ചിലേക്ക് എന്താ പറയുക ചെളി കെട്ടിപ്പിടിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വേർപ്പ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിലോ ഞാൻ ഇതിലായിട്ടും കണ്ടിട്ടില്ല. അത്രയും നീറ്റാണ് ഈ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഞാൻ എത്ര യൂസ് ചെയ്താലും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വാച്ച് വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ G-Shockലും കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഷോക്ക് റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള നോർമൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ജി ഷോക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ശരിക്കും ഒരു കാഷ്വൽ പ്ലസ് ഒരു ഫോമൽ ലുക്കിലേക്കുള്ള ഒരു നല്ലൊരു ജി ഷോക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജി ഷോക്ക് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജഷൻ ചെയ്യും. കാരണം ഞാൻ ഈ വാച്ച് എടുത്തതിന് ശേഷം എനിക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടില്ല. അവൻ അത്രയും നല്ലൊരു എൻ്റെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ചാണ് ജി ഷോക്കിൻ്റെ GM2100 എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഈ സീരീസിൽ തന്നെ ഏകദേശം ഒരു 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് ഇതാണ്, പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട്, ഗ്രീന് പ്ലസ് ഒരു റെഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഡീറ്റെയിൽസൊക്കെ കുറച്ചും കൂടി നന്നായി നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം. പിന്നെ അതുപോലെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രീമിയമാണ്. ഞാനിത് എടുക്കുന്ന സമയത്ത് ഒരു 16,000 എടുത്തത്. അപ്പോൾ ആ ഒരു റേറ്റിന് ഇത് വർത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വാളിറ്റിയുള്ളൊരു വാച്ച് തന്നെയാണ് ജി ഷോക്കിൻ്റെ ഈ ഒരു വാച്ച്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്ത് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വാച്ച് എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കും ഒരുപാട് സീരീസസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഉള്ളിൽ ഒരുപാട് ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള വാച്ചൊക്കെ നമുക്ക് ഈ സെയിം സീരീസിൽ തന്നെ കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നിങ്ങൾ ഉള്ളിൽ നോക്കാം, പുറത്തത്തെ നമ്മുടെ ഈ ഒരു ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള മെറ്റലാണ് വരുന്നത്. ഉള്ളിലെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ്ഡ് ടൈപ്പ്, ഒരു ഹെയർ ലൈൻ ബ്രഷ് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ നല്ല രസമാണ്. നിങ്ങൾ ഉള്ളിൽ നോക്കി കാണുമ്പോൾ ചെറിയ കട്ടിങ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രസമാണ് കാണാനായിട്ട്. സോ ഇനി നമുക്കിത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ലുക്കും കണ്ട് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല നോർമൽ എന്താ പറയുക, ഒരു കൈ വരുന്ന ഒരാൾക്കും അത്യാവശ്യം തടിയുള്ള ആൾക്കും കെട്ടിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. കാരണം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഒരു വാച്ചാണ് നമ്മുടെ ജി ഷോക്കിൻ്റെ GM2100 എന്ന് പറയുന്നത്. അപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവുക. സോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ഫോമൽ ആൻഡ് ക്യാഷ്വൽ ഒക്കേഷനിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജി ഷോക്കിൻ്റെ വാച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജി ഷോക്കിൻ്റെ GM2100 നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.